ദൈവമക്കളോട് ഒന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം ദൈവസന്നിധി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർ 8:31 ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ് ദൈവം നമുക്ക് വേണ്ടി തന്നത്. ഇത് നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു വചനമാണ്. ദൈവമക്കളായ ദൈവം നമുക്ക് അനുകൂലമാണ്. നമ്മുടെ എന്ത് പ്രതിസന്ധികളെ പ്രയാസങ്ങളെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മളോട് ഒപ്പം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഈ ലോകത്തിലെ ഒരു കാര്യം കൂടെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആര് പ്രതികൂലം നിന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ അതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം നമുക്ക് ഒരുക്കി തരും. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കും എന്ന് കരുതിയവർ പോലും തള്ളി പറയുമ്പോൾ, മുന്നോട്ട് എല്ലാ വഴികളും എന്ന് അടഞ്ഞു തോന്നുമ്പോൾ ഓർക്കുക, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന നല്ലൊരു അപ്പനാണ് നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മുടെ യേശു നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ആ കുരിശിലെ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ എല്ലാ മേഖലയിലും വിജയം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ എന്നാണ് ഈ വചനം എല്ലാം നമ്മളോട് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവാണ്. അവിടുന്ന് കുരിശിൽ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ദൈവം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ രക്ഷയിലേക്ക് നമ്മൾ, ഹല്ലേലൂയ, ദൈവത്തിങ്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ദൈവമക്കളാകുന്ന നമ്മളെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും നമ്മൾക്ക് പേടിക്കേണ്ട. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദൈവം നമുക്ക് അനുകൂലമാണോ എങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകളെ പ്രയാസങ്ങളെ വേദനകളൊന്നും നമ്മളെ അലട്ടേണ്ടതായ ഒരു കാര്യമില്ല. അതിന് വേണ്ടത് നമുക്ക് ദൈവസന്നിധി നമുക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിതം കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നമ്മൾ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മൾ സമർപ്പിക്കുമ്പോൾ, കുരിശിലെ സ്നേഹം നമ്മൾ ഓർക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണ്. നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും ദൈവം നമുക്ക് അനുകൂലമാണ് ദൈവമക്കളെ. അതിന് വേണ്ടത് നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ കൂടെ നടക്കണം. ഹല്ലേലൂയ. ആ കുരിശിലെ സ്നേഹം ഒന്ന് ഓർക്കണം. ദൈവത്തെ നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ ഒന്നും നമ്മൾ പേടിക്കേണ്ടതായ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. എനിക്ക് ഇത് മാത്രമാണ് ദൈവമക്കളാണെന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, നല്ല ദൈവമേ, കർത്താവേ, ദൈവമേ, നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ദൈവമേ, സംഭവങ്ങളെ കൊണ്ട് കർത്താവേ, ഓരോ നിമിഷങ്ങളും ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ, വരാവുന്ന ആപത്ത്, നലർത്തങ്ങളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ നിന്നെല്ലാം കർത്താവേ, ഹല്ലേലൂയ, കൃഷ്ണണി പോലെ ദൈവമാകുന്ന കർത്താവ് ഞങ്ങളെ എല്ലാവരെയും, ഹല്ലേലൂയ, ഓരോ നിമിഷം പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന വൻകൃപയ്ക്ക് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും ദുഃഖങ്ങളിൽ നിന്നെല്ലാം, ഹല്ലേലൂയ, ക്ഷേമകരമായിട്ട് കർത്താവേ ഓരോരുത്തരെ ദൈവമേ വിടുവിക്കുന്ന വൻകൃപയ്ക്ക് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഈ നല്ല സമയം ദൈവമക്കളോട് ഒന്നിച്ച് കർത്താവേ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവേ, അല്പസമയം ദൈവത്തിന്റെ വചനങ്ങളെ പറയുവാനും ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരികയാണപ്പാ. അവരെ ദൈവമേ അനുഗ്രഹിക്കുമാറണേ കർത്താവേ. അവരുടെ ആവശ്യം കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണേ കർത്താവേ. അവരുടെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവേ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തെ ഏൽപ്പിച്ചിരുന്ന കർത്താവേ, അവരെവിടെയായിരുന്നാലും അവിടെല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവേ, ഹല്ലേലൂയ, സൗഖ്യം വിടുന്ന ദൈവം കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ അടിപ്പിണരുകളാ ദൈവമേ നീ സൗഖ്യം വിടുന്ന ദൈവം അയക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കർത്താവേ, ഹല്ലേലൂയ, കഴിയുന്ന ഭവനങ്ങളിൽ കർത്താവേ ദൈവത്തിന്റെ സന്തോഷം സമാധാനം ദൈവം അയക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടബാധിതകളെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവേ, സ്വർഗത്തിലെ ദൈവമേ അതെല്ലാം വീട്ടുകാരുടെ വഴി വാതിലെല്ലാം എന്റെ ദൈവം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലപ്പാ.
ഹാലലിയ. വസ്തുവകളുണ്ട്, പുരാതന സമ്പത്തുണ്ട് കർത്താവെ, അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ അപ്പ. ഈ ദിവസങ്ങളായിട്ട് അതെല്ലാം ദൈവമക്കൾ കർത്താവെ നീ തുറന്നു കൊടുത്ത കാലിൽ എന്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ നീ അനുഗ്രഹിക്കുമാറാണ് കർത്താവെ. അവരെവിടെയായിരുന്നാലും കർത്താവെ അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എല്ലാം അതുപോലെ നടക്കുവാൻ ദൈവമേ ഇടയാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചോദിക്കുന്നതിനേക്ക് അത്യന്തപരമായിട്ട് ദൈവം വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ, ദൈവത്തിന്റെ കരുതലൊന്ന് രുചിച്ചറിയുവാൻ കർത്താവെ ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തുമാറെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലിയ. കർത്താവെ നീ അനുഗ്രഹിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് വചനം അയച്ച ദൈവം അവരോട് സംസാരിക്കണേ കർത്താവെ. അവരുടെ ഹൃദയത്തിന് രൂപാന്തരം ദൈവം കൊടുക്കണപ്പ. ഒരു പരിച്ഛേദന ദൈവം അയക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്തിന്റെ വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് കർത്താവെ, ആ വിഷയത്തിൽ മറുപടി എടുക്കുവാൻ എന്റെ ദൈവം ഇടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തോട് നിലവിളിക്കുവാൻ, ദൈവത്തോട് കരയുവാൻ കർത്താവെ, ദൈവസന്നിധിയിൽ ഒന്ന് താണിരിപ്പാൻ കർത്താവെ നീ ഓരോരുത്തരും ബലപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹാലലിയ. അങ്ങനെ കർത്താവെ നിന്റെ കാര്യങ്ങളിലേക്ക് സകല വിഷയങ്ങൾ ഏൽപ്പിച്ചോടെ എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.